നമസ്കാരം. നാട്ടിലൊരു ഭക്തൻ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ എന്നും അയാൾ പോകും. അയാൾ എങ്ങനെയൊക്കെയോ വിദേശത്ത് പോയി കുറെ പൈസ ഉണ്ടാക്കി അയാൾ എന്ത് ചെയ്തു, ഒരു ആനയെ വാങ്ങിച്ച് ക്ഷേത്രത്തിൽ കൊടുത്തു. അവിടെ ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് മമ്മൂഞ്ഞ് എന്നായിരുന്നു, എട്ടുകാലി മമ്മൂഞ്ഞ്. അയാൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? അയാൾ ഇരുമ്പിന്റെ കണ്ണി കൊണ്ട് പട്ടികിടുന്ന ചങ്ങലയുണ്ടല്ലോ, ആ ചങ്ങല വെച്ചിട്ട് അതുമേ ഒരു ചെറിയ ചെമ്പ് തകിട് വെച്ചിട്ട് ഒരു ചെയ്യൻ പോലെ മാല പോലെ ആക്കിയിട്ട് അതുമേ എഴുതി, ഇത് സംഭാവന ചെയ്തത് എട്ടുകാലി മമ്മൂഞ്ഞെന്ന്. കണ്ടവരെല്ലാവരും വിചാരിച്ചു, കാരണം ആനയുടെ കഴുത്തിൽ ഇത് കെടുക്കല്ലേ, ചെയ്യൻ പോലെ കെടുക്കല്ലേ ഇങ്ങനെ. അപ്പം അതിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് എഴുതി വെച്ചു, ഇത് സംഭാവന ചെയ്തത്. ആൾക്കാർ വിചാരിച്ചു ഈ ആനയെ കൊടുത്തത് എട്ടുകാലി മമ്മൂഞ്ഞാണെന്ന്. അതാണ് എട്ടുകാലി മമ്മൂഞ്ഞ്, അതാണ് ചെമ്പുകോഴി. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അതിനെ എയർപോർട്ടിന്റെ മാതൃകയിലാക്കാൻ പോവുകയാണത്രേ. ആര്? ചെമ്പുകോഴി. തൃശ്ശൂരിനെ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് ചെമ്പുകോഴി. ശരി, നിങ്ങൾ എടുത്തോ. ഇവിടെയുള്ള കൃസംഗികളും കുറെ പെണ്ണുങ്ങളും കൂടി അത് കൊടുത്തു. അപ്പം എന്തെങ്കിലും ചെയ്യണമല്ലോ, വേണം. അതിനിപ്പോൾ എന്താ മാർഗം? അതിനുള്ള മാർഗമാണ് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ മാർഗം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, നാട്ടിൽ സുന്ദരിയായിട്ടൊരു പെണ്ണിന് ഗർഭമുണ്ടായാൽ അപ്പൊ പറയും ഞാൻ ഉണ്ടാക്കിയതാണ്. അയാൾക്ക് ലിംഗബലമില്ല. അപ്പൊ മറ്റുള്ളവർ ഗർഭം ഉണ്ടാക്കിയാൽ ഇതെന്റെ ഗർഭമാണ് എന്ന് പറയുന്നൊരവസ്ഥ. റെയിൽവേ സ്റ്റേഷൻ വികസനം ഇത് നേരത്തെ തുടങ്ങി വെച്ച കാര്യമാണ്. അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞതാണ്. അതാണ് രസം, അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോ പ്രൊജക്ട് തയ്യാറാക്കുന്നു. വിമാനത്താവളത്തിന്റെ മാതൃകയിൽ 600-700 കോടി രൂപ ചെലവ് ചെയ്ത് തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷൻ ഗംഭീരതരമാക്കുന്നു. എന്നിട്ട് നരേന്ദ്രമോദിയെ കൊണ്ട് ഉദ്ഘാടനം നടത്തിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിന് 2 ഉദ്ഘാടനം കേട്ടിട്ടുണ്ടോ? ഇവിടെ പ്രതാപൻ, TN പ്രതാപൻ ആയിരുന്നല്ലോ ഇവിടുത്തെ MP. ആ കാലഘട്ടത്തിൽ തന്നെ ഈ വിമാനത്താവളത്തിന്റെ മാതൃക അത് ഇന്ന രീതിയിലാകണം, അതിനെക്കുറിച്ചൊരു പ്രൊജക്റ്റ് അവിടെ തയ്യാറാക്കിയതാണ്, ഒരു പദ്ധതി തയ്യാറാക്കിയതാണ്. ആ പദ്ധതി അംഗീകരിച്ചതാണ്. ആ പദ്ധതിയുടെ നിർമ്മാണത്തിന് ഉദ്ഘാടനം അത് കഴിഞ്ഞ ഫെബ്രുവരി 26-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചതാണ്. വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചതാണ്. ഇതേ പദ്ധതി തന്നെയാണ് ഇയാള് വീണ്ടും വാരി തിന്നാൻ നോക്കുന്നത്. അതിവിടെ നടപ്പായി കഴിഞ്ഞു. അതിന്റെ പദ്ധതി എപ്രകാരം വേണമെന്നുള്ളത് സബ്മിറ്റ് ചെയ്തു, അംഗീകാരം കിട്ടി, അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷെ ഇപ്പൊ വീണ്ടും പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതി വീണ്ടും പ്രധാനമന്ത്രി എടുത്തുകൊണ്ട് കൊടുത്തിരിക്കുകയാണ് അനുമതിക്ക്. അനുമതി ഓൾറെഡി കിട്ടിയതാണ്. ഇനി അതിന്റെ അനുമതിയുടെ ആവശ്യമില്ല. എങ്കിലും വീണ്ടും 1 എന്ന് തുടങ്ങുകയാണ്. എന്തിനു വേണ്ടി? അതിന്റെ അവകാശി ഞാനാണെന്ന് കാണിക്കാൻ. അപ്പൊ ചെമ്പുകോഴി ഇപ്പോ ആരാണ്? എട്ടുകാലി മമ്മൂഞ്ഞ്. വൈക്കം മുഹമ്മദ് ബഷീർ അവർ പറഞ്ഞിട്ടുണ്ട്, എന്റെ കഥാപാത്രങ്ങൾ മരിക്കില്ല എന്ന്.
അതിലൂടെ ഞാൻ മരിക്കില്ലെന്ന് അദ്ദേഹം അവകാശവാദം പറഞ്ഞിട്ടുണ്ട്. ശരിയാണത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രവും മരിച്ചിട്ടില്ല. എല്ലാ കാലഘട്ടത്തിലും അതുണ്ടാകും. നമ്മൾ പറയാറുണ്ട് ചിരഞ്ജീവികൾ, അശ്വത്ഥമാവിനെ പോലെ. അതുപോലെ ചിരഞ്ജീവിയാണ് എട്ടുകാലി മമ്മൂഞ്ഞും. ഇപ്പോൾ ചെമ്പുകോഴിയിലൂടെ എട്ടുകാലി മമ്മൂഞ്ഞ് വീണ്ടും എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ അതിനെ പുതുക്കിപ്പണിത് അതിനാധുന സൗകര്യങ്ങളോടുകൂടി പുതുക്കിപ്പണിയുമ്പോൾ അത്യധികം മനോഹരമായിട്ടുള്ള ആ പദ്ധതി തൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഇളിഭ്യൻ പരിപാടിയാണ്. എന്നും അത് തന്നെയാണ് കാണിക്കാറുള്ളത്, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെമ്പുകോഴി. ഇനിയും കാലങ്ങളിലൂടെ കടന്നു വന്ന് തൃശ്ശൂരിനെ പുനഃസൃഷ്ടിക്കാനുള്ള തൃശ്ശൂർ പൂരത്തമ്മ കൈവച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിമയല്ല. ആ പ്രതിമ അയാൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുക, അവരുണ്ടാക്കലും നടക്കില്ല. നിങ്ങൾ ഉണ്ടാക്കിയില്ല, ഞാൻ ഉണ്ടാക്കും എന്ന് അത് പറഞ്ഞിട്ടില്ല. അപ്പം അവിടെ ഒരു ഒരു സസ്പെൻസ് നിലനിർത്തിയിരിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയില്ല, ഞാൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ പറയണം, നിങ്ങൾ ജനുവരി 1 തീയതി വരെ ഞാൻ കാത്തിരിക്കും, എന്നിട്ട് നിങ്ങൾ അതിന് പുറപ്പെട്ടില്ലേ ഞാൻ ഉണ്ടാക്കും എന്ന് പറയണം. അത് പറയില്ല. പ്രതിമയല്ല ശക്തൻ തമ്പുരാൻ, തൃശ്ശൂരാണ് ശക്തൻ തമ്പുരാൻ. തൃശ്ശൂരിലെ ഓരോ മണൽത്തരിയിലും ശക്തൻ തമ്പുരാൻ സ്പന്ദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാവം തൃശ്ശൂർ പൂരത്തിന് മാത്രമല്ല. അപ്പം തൃശ്ശൂരിനെ ആകെ മാറ്റിമറിക്കും. ഇനി അയാൾ പറയും, തൃശ്ശൂരിലെ എല്ലാ റോഡുകളും ഞാനാണ് പണിതത്, തൃശ്ശൂരിലെ ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നത് ഞാനാണ്, പാറമേക്കാവിൽ ഭഗവതിയെ സൃഷ്ടിച്ചത് ഞാനാണ്, തിരുവമ്പാടി ഭഗവതിയെ സൃഷ്ടിച്ചത് ഞാനാണെന്ന് ഈ ലിബ്യൻ പൂടെയുള്ള നായർ പറയും. കൂടെയുള്ള നായരല്ല, പൂടെയുള്ള നായർ, ചെമ്പുകോഴി. ഇപ്പോ ചർവിത ചർവണം എന്ന് പറയും, ചവച്ചത് തന്നെ ചവയ്ക്കാൻ. ഉദ്ഘാടനം കഴിഞ്ഞു, അതിനെ വീണ്ടും ഉദ്ഘാടിപ്പിക്കാൻ വേണ്ടിയുള്ള അനുമതിക്കായിട്ട് കിടന്ന് ഓടി നടക്കുകയാണ്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണത്തിന് ഇങ്ങനെ വിളിച്ചപ്പോൾ ഓടി വന്ന ആളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പുറകിലുള്ള കളികൾ, രാഷ്ട്രീയ കളികൾ, അവർക്ക് താൽക്കാലികമായിട്ടുള്ള വിജയം ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം. ജനങ്ങൾക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല. അവർ ചെമ്പുകോഴിയെ കണ്ടപ്പോൾ അയ്യോ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ് വോട്ട് കൊടുത്തതിൻ്റെ പിന്നെ ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ഒരു മന്ത്രി എന്നും പറഞ്ഞ് ഗൃസംഖ്യകളും. ആ കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭാഷയിൽ പറയാം, അദ്ദേഹം തൃശ്ശൂർക്കാരെ കബളിപ്പിക്കുകയാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് അതേ വസ്തു വീണ്ടും അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അന്തസ്സായിട്ട് പറയാൻ പറ്റുന്നൊരു വാക്ക് തന്നെ, തൃശ്ശൂർക്കാരെ കബളിപ്പിക്കുന്നു. കബളിപ്പിക്കുന്നവൻ നരേന്ദ്രമോദി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ തൃശ്ശൂരിൽ അന്ന് നടന്ന ചടങ്ങിൽ അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റും പങ്കെടുത്താണ്, സുരേന്ദ്രനും പങ്കെടുത്തതാണ്. എന്നിട്ടാണ് വീണ്ടും ചവച്ച് തുപ്പിയതിനെ തന്നെ എടുത്ത് വായിലിട്ട് വീണ്ടും ചവയ്ക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ എവിടെ വികസനം നടന്നാലും ആ വികസനം കോൺഗ്രസിൻ്റെ വികസനമല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ വികസനമല്ല, BJPക്കാരുടെ വികസനമല്ല, അത് സർക്കാരിൻ്റെ വികസനമാണ്. എവിടെ വികസനം നടക്കുമ്പോഴും നരേന്ദ്രമോദി പണ്ട് ചായക്കട നടത്തിയതിൽ നിന്ന് കിട്ടിയ സാമ്പത്തികം എടുത്ത് അതിൽ ചെലവഴിക്കുന്നുണ്ടോ? ആയതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന പൈസയാണ്, അത് നിങ്ങൾക്കും പറയാം. ഞാൻ കൊടുക്കുന്ന പൈസയാണ്, അത് നിങ്ങൾക്കും പറയാം. ഞാൻ കൊടുക്കുന്ന പൈസയാണ്. ആയതുകൊണ്ട് തന്നെ BJPക്കാർ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ മറ്റേതൊരു രാഷ്ട്രീയ കക്ഷിയുടെ പേര് അത് സന്നിവേശിപ്പിക്കുന്നത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തെമ്മാടിത്തരമാണ്.
വയനാട്ടിലെ പ്രശ്നം വന്ന സമയത്ത് നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ പ്രൊജക്റ്റ് കൃത്യമായിട്ട് തയ്യാറാക്കി അയച്ചാൽ ഞങ്ങൾ പൈസ തരാം. ഉത്തര കൊറിയക്കാരോട് ദക്ഷിണ കൊറിയയോ അല്ലെങ്കിൽ ദക്ഷിണ കൊറിയക്കാരോട് ഉത്തര കൊറിയയോ പറഞ്ഞ പോലെ അറിവില്ലായ്മയാണ്, അവിവേകമാണ് അതിൻ്റെ പുറകിലുള്ളത്. അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നാട്ടിലേക്ക് അവർ കൊടുക്കുന്ന വിഹിതം പോലും തടഞ്ഞുകൊണ്ട്, ഇത് രാഷ്ട്രീയമല്ല, ഇത് കുട്ടിക്കളിയാണ്. മോറ് വീർപ്പിച്ച് നടക്കുക. ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലല്ലോ, അവിടെ ഞങ്ങൾ പൈസ തരൂല്ല എന്നൊക്കെയും പറയുന്നത് അല്പത്തം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഏതൊരു വികസനവും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്നതാണ്. ട്രഷറിയിൽ കിടക്കുന്ന പൈസ ജനങ്ങളുടേതാണ്, നികുതി പണമാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് നാടൻ ഭാഷ പറഞ്ഞാൽ അവിവേകമാണ്. പക്ഷെ ഇവിടെ ജമ്പ് കോഴിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത്രയേ ഉള്ളൂ, രാഷ്ട്രീയത്തിൽ ഒന്നും ആയിട്ടില്ല. അവൻ്റെ ഏതൊരു കാര്യം എവിടെ നടക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ, അതിൻ്റെ ഗുണഭോക്താവാൻ വേണ്ടിയിട്ട് അവിടെ ഓടിയെത്തും. കാര്യങ്ങളൊന്നും നടത്തില്ല. കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഈ കോഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നേരത്തെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിൻ്റെ ദേവസ്വം ബിൽഡിങ്ങുകളുടെ അവരെ കൂത്തമ്പലം പുനരുദ്ധാരണം അപ്പം അതിനൊക്കെയും പല പദ്ധതികളും സമർപ്പിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അന്തിമമായിട്ടുള്ള പരിഗണനയിലേക്ക് എത്താൻ സമയമായിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും കാരണവശാൽ അതിൽ ഏതെങ്കിലും പദ്ധതിക്ക് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ ഗർഭത്തിന് ഉത്തരവാദി ഞാനാണെന്ന് പറയാൻ ഇതേപോലുള്ള എട്ടുകാലി മമ്മൂഞ്ഞ് ചെമ്പുകോഴിമാര് രംഗത്തെത്തും, യാതൊരു സംശയവുമില്ല. കാണാം നമുക്കത്. ഇവിടെ എന്ത് നടക്കുമ്പോഴും ആ നടത്തിപ്പ് കാര്യങ്ങൾക്ക് വരില്ല. എല്ലാം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ വന്ന് കൈ ഉയർത്തി കാണിക്കാൻ. അത് സംഘികളുടെ സ്വഭാവമാണ്, BJPക്കാരുടെ സ്വഭാവമാണ്. അത് തന്നെയാണ് ഇവിടെയും റെയിൽവേ സ്റ്റേഷൻ വികസനത്തിൻ്റെ കാര്യത്തിലും ചെമ്പുകോഴി പ്ലസ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം.